ദൈവത്തിന്റെ പൈതലെ, നീ പേടിക്കേണ്ട ആവശ്യമില്ല. നിന്റെ കൂടെ ഒരു ദൂതനെ ദൈവം അയച്ചിട്ടുണ്ട്. ദൈവം നിന്നെ അക്കരയ്ക്ക് കൊണ്ടുപോകാൻ വിശ്വസ്തനാണ്. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. കല്യാണത്തിന് മുമ്പിലല്ല, എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഷോ മീ യുവർ വേ. നിന്റെ വഴി എന്നെ കാണിക്കണമേ. ഇന്ന് തൊട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും രാവിലെ ദൈവത്തോട്, കർത്താവേ, അങ്ങയുടെ വഴി എനിക്ക് കാണിക്കണമേ. ഏത് ജോലിയാണ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടെയാണ് ആരാധിക്കേണ്ടത്, ആരെയാണ് കാണേണ്ടത്, എല്ലാ വിവരവും അങ്ങ് എനിക്ക് പറഞ്ഞു തരുമാറാകണമേ. ദൈവത്തിന്റെ ആലോചന പ്രകാരം ജീവിപ്പാൻ ദൈവം ഭാഗ്യം തരുമാറാകട്ടെ. സംഖ്യാപുസ്തകം 21:4-14. ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. മതി. ചെങ്കടൽ വഴിയായി, വേ ഓഫ് ദ റെഡ് സീ. വാട്ട് ഈസ് ദ മെസ്സേജ് ടുഡേ? ദ വേ ഓഫ് ദ റെഡ് സീ. ചെങ്കടൽ വഴിയായി അവർ യാത്ര പുറപ്പെട്ടു. When I was writing this message, that month I did not see the way. But the very next week, God showed me the way through the video. He gave me the message, beautiful message. The message is the way of the Red Sea. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. കപ്പലില്ലാതെ, സബ്മറീൻ ഇല്ലാതെ, നീന്താൻ പറ്റാത്ത കുറെ പിഞ്ചു കുഞ്ഞുങ്ങളെയും പ്രായമുള്ള അമ്മച്ചിമാരെയും വെച്ചുകൊണ്ട് സ്വർഗത്തിലെ അപ്പച്ചൻ കടത്താൻ തീരുമാനിച്ച വഴി ഒരു സമുദ്രത്തിന്റെ അടിത്തട്ടിലാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക വർഷങ്ങൾക്ക് ശേഷം പോലും ശാസ്ത്രജ്ഞന്മാർക്ക് ഇപ്പോഴാണ് ആ വഴി ഒന്ന് കാണാൻ പറ്റിയത്. ദൈവം നിന്നെ കടത്താൻ തീരുമാനിച്ച വഴി പിന്നെ ചിലപ്പോൾ ആർക്കും കാണാൻ പറ്റിയെന്ന് വരികയില്ല. മനുഷ്യർക്കോ ശാസ്ത്രത്തിനോ കാണാൻ കഴിയാത്ത ചില വഴിയിൽ കൂടെ, അന്വേഷിച്ചാൽ പോലും എത്താൻ ബുദ്ധിമുട്ടുള്ള വഴിയിൽ കൂടെ ദൈവം നിന്നെ നടത്തും. That is called the way of the Red Sea. ചെങ്കടലുള്ള വഴി. നമ്മൾ സാധാരണ എവിടെയെങ്കിലും പോകുമ്പം റൂട്ട് മാപ്പ് വായിക്കൂലേ? അപ്പൊ ഇവിടുന്ന സ്ഥലത്ത് ചെന്നു, ഇവിടം വരെ ട്രെയിനിൽ പോയി, അവിടം വരെ ബസ്സിൽ ചെന്നു, അവിടെ അങ്ങേ അറ്റത്ത് ചെല്ലുമ്പം കടലാണ്. കടലാണെങ്കിൽ എന്ത് നമ്മൾ അന്വേഷിക്കും? ഒന്നിൽ സീപോർട്ടോ അല്ലെങ്കിൽ എയർപോർട്ടോ ക്രോസ് ചെയ്യണ്ടേ? പക്ഷെ ഈ ചെങ്കടലിന്റെ വഴി, praise the Lord, no seaport, no airports, but that was God's ports. If your starting point is that base place where the sand is, and you're sleeping that night when God is working and He's blowing His wind, let me tell you, sister, He is preparing a way on the Red Sea. Without a seaport and airport, and without any technical assistance, and without any GPS, my God is able to lead you. അതാണ് ചെങ്കടലിന്റെ വഴി. ആ വഴിയെക്കുറിച്ച് ഒന്ന് വായിച്ചോ, 14 വായിച്ചോ. 14-ാം വാക്യം, 21:14. 21:4-14. 25. ഇവര് പോയ ഡിസ്ക്രിപ്ഷനെ കുറിച്ചുള്ള വഴികളുടെ ഒരു ഡീറ്റെയിൽസ് ആണ്. Unseen, amazing, unbelievable ways where God opened and closed doors, where He destroyed people and tribes and gave them what He wanted to give. ദൈവം ഇസ്രായേലിനെ ജനത്തെ നടത്തിയപ്പോൾ അവർ പോകേണ്ട സകല പദ്ധതിയും ദൈവം തന്നെ ഒരുക്കിയിരുന്നു. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാരെ, പ്രത്യേകിച്ച് പിതാക്കന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്നത് നിങ്ങളാണോ ദൈവമാണോ? ഇപ്പോഴാരാ? അതുകൊണ്ടാണ് ഇപ്പോഴും സംഗതി റെഡിയാകാത്തത്. ഒത്തിരി പ്ലാനിങ് ഉണ്ടല്ലേ? അവൻ നിങ്ങൾക്കായി കരുതുന്നതിനാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗമുണ്ട്, ഒരു ദൈവമുണ്ട്. നിങ്ങൾ പദ്ധതി ഒരുക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗം ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. മിസ്രൈമിൽ നിന്ന് ദൈവം ഇസ്രായേൽ ജനത്തെ വിടുവിച്ചപ്പോൾ കനാനിൽ എങ്ങനെ എത്തിക്കണമെന്നുള്ളത് മോശയും ഇസ്രായേലും അറിയുന്നതിന് മുമ്പ് തന്നെ ദൈവം അറിഞ്ഞിരുന്നു. ഞാൻ നിങ്ങളെ തൊട്ടു തൊടിയിച്ച് കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. നിങ്ങൾ ആരെങ്കിലും ജനിച്ച സമയത്ത് കല്യാണം കഴിച്ച കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ കെട്ടാൻ പോകുന്ന ചെറുക്കനും പെണ്ണും ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഇല്ല. ഇപ്പം നിങ്ങൾക്കറിയാം. ചിലപ്പോൾ ഭർത്താവ് കൂടെ ഉണ്ട്, അല്ലെ ഭാര്യ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. ഇപ്പം അറിഞ്ഞ ശേഷം ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേരൊക്കെ ചിന്തിക്കുന്നുണ്ട്, അറിഞ്ഞിരുന്നെങ്കിൽ കെട്ടില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ഭാര്യയുടെ കൂടെ ഒരു 20 വർഷം ജീവിച്ചാലും പെണ്ണിനെ അറിയാൻ പറ്റുമെന്ന് എനിക്ക് ചിന്തയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ഭർത്താവിൻ്റെ കൂടെ 10-15 വർഷം ജീവിച്ചാലും പല കാര്യങ്ങൾ, പുള്ളി കഴിക്കുന്ന ഭക്ഷണവും ഉടുക്കുന്ന വസ്ത്രമൊക്കെ അറിയാം, ബാക്കി അറിയാൻ പറ്റുമെന്ന് എനിക്ക് ചിന്തിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ താമസിക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ താമസിച്ച് അയ്യോ ഇത് വേണ്ടായിരുന്നു, ഈ റൂട്ടിങ് ഇച്ചിരി കുഴപ്പമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ ഇന്ന് പറയുന്ന മരുഭൂമിയുടെ കഥയാണ് കേട്ടോ. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ റൂട്ട് മാറ്റിയെടുത്തേനെ. എൻ്റെ ചെറുപ്പകാലത്ത് കുറെ നല്ല റൂട്ടൊക്കെ ഉണ്ടായിരുന്നു, അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഉള്ള റൂട്ട് നിൽക്കുന്നത്. ഇത് വിടാനും പറ്റുന്നില്ല, എടുക്കാനും പറ്റുന്നില്ല, പോകാനും പറ്റുന്നില്ല. സഹോദരി സഹോദര, ഞാൻ നിന്നോട് പറയട്ടെ, ഇപ്പം നിന്നെ വിടുന്ന റൂട്ട് തമ്പുരാൻ ഉണ്ടാക്കിയ റൂട്ടാണ്. അതിന്റെ ഉള്ളിൽ തമ്പുരാന് ചില പദ്ധതികളുണ്ട്, അതിൽ കൂടെ നടത്തുവാൻ ദൈവം ശക്തനാണ്. അതിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർക്കുവാൻ സ്വർഗത്തിലെ അപ്പച്ചന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് if you are worried right now, give your family into God's hand. God is going to make it into a garden. God is going to transform it. And you are going to be united in such a fashion that you will rejoice God together and praise Him. നിങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ നടത്തുമാറാകട്ടെ. ഒറ്റയ്ക്കൊറ്റയ്ക്കായി ആരാധനയ്ക്ക് വന്ന എല്ലാവരുടെ മേലും ഇന്ന് രാത്രി ദൈവം കരുണയെ അയക്കുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ ചെങ്കടലിന്റെ വഴി നിങ്ങൾക്ക് കാണാൻ പറ്റുകയില്ല, ദൈവത്തിന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ദൈവം അതിൻ്റെ അടിയിൽ ഒരു മണൽത്തിട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യാത്രയിൽ നമുക്ക് മുമ്പോട്ട് പോകാം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. നീങ്ങിപ്പോകരുത്, നടക്കേണ്ടതിന് എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, he will make your way prosperous. നിന്റെ വഴികൾ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ന്യായപ്രമാണത്തിനനുസരിച്ച് ജീവിച്ചാൽ നിന്റെ വഴികൾ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ചെങ്കടലിന്റെ ആ ഭാഗം തുറക്കാൻ കാരണം മോശയുടെ കയ്യിലിരുന്ന വടിയുടെ ഗുണം കൊണ്ടല്ല, മോശ പറഞ്ഞ ഊസ്ബാക്ക് വാക്കുകൾ കൊണ്ടല്ല, അവിടെ ദൈവം പദ്ധതി ഉണ്ടാക്കിയത് കൊണ്ടാണ്. ചില കോളേജിന്റെ ഡോറ് തന്നെ തുറക്കുന്ന കണ്ട് നീ ഞെട്ടരുത്, അത് ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന വാതിലാണ്. അത് തുറന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ചില ഓഫീസുകൾ ദൈവം നിനക്ക് വേണ്ടി തുറന്നിരിക്കും, ചില പദ്ധതികൾ ദൈവം നിനക്ക് വേണ്ടി തുറന്നിരിക്കും. അത് ഒരു വ്യക്തിക്കും അടക്കാൻ പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണം, ദൈവത്തിന്റെ പ്രമാണം നീ അനുസരിച്ച് കഴിഞ്ഞാൽ അടഞ്ഞു കിടക്കുന്ന വഴികളെ ദൈവം നിനക്കായി തുറക്കും. അനുഗ്രഹിക്കപ്പെട്ട വഴികളെ ദൈവം തുറക്കും. പ്രോസ്പെറസ് വേസ്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പം തെറ്റിച്ചു പോയാൽ ദൈവം നിന്റെ വഴിയെ അടയ്ക്കും. ഒരു പ്രവാചകൻ തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവാചിക്കാൻ തീരുമാനിച്ചു. സംഖ്യാപുസ്തകം 22:23. കഴുത കണ്ടു. പ്രവാചകന്റെ വഴി ആരാ ബ്ലോക്ക് ചെയ്ത്? കഴുതയാണ്. ആണോ? ദൂതനാ ബ്ലോക്ക് ചെയ്ത്. ആരാ ബ്ലോക്ക് ചെയ്ത്? ദൂതനെ കണ്ടത് ആരാണ്? ദൈവശബ്ദം കേൾക്കാൻ കഴിവുള്ളതും ദൈവശബ്ദത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു പ്രവാചകനും കഴുതയ്ക്ക് മുമ്പ് ആരെ കാണണം? ദൂതനെ കാണണം, അല്ലേ? ഒന്ന് ഓർത്ത് നോക്കി, എവിടം വരെ ഗതി കെട്ടുന്നു. താൻ ഓടിക്കുന്ന കഴുതയാണ് ആദ്യം കണ്ടത്. ആരെ? ദൂതനെ. ദൈവം തന്റെ വഴി ബ്ലോക്ക് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ദൂതനെ പ്രവാചകൻ കണ്ടില്ല. ഇങ്ങനത്തെ പ്രവാചകന്മാർ നമ്മുടെ മധ്യയിൽ ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴും ദൈവം വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്ന വഴിയുടെ അകത്തോട്ട് കഴുത ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുക. ഈ വഴി തന്നെ ഞാൻ പോവുള്ളൂ, എനിക്കറിയാം ഇതാ വഴി. പ്രവചിക്കരുതെന്ന് പല സ്ഥലത്ത്, പോകരുതെന്ന് പറഞ്ഞ സ്ഥലത്ത്, ശുശ്രൂഷിക്കരുതെന്ന് പറഞ്ഞ സ്ഥലത്ത് ശുശ്രൂഷയ്ക്കായി ഓടിയൊരു പ്രവാചകൻ. പ്രവചനമുണ്ട്, ശുശ്രൂഷയുണ്ട്, അനുഗ്രഹമുണ്ട്.
പക്ഷെ ദൈവത്തിന്റെ ആലോചന ഇല്ലാതെ ഓടിയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം ഒരു ദൂതനെ അയച്ചു. അതിന്റെ 26-ാം വാക്യം വായിക്കാം. വായിച്ചോ. പിന്നെ യഹോവയുടെ ദൂതൻ മുമ്പോട്ട് ചെന്ന് ഇടത്തോട്ട് വലത്തോട്ട് മാറുവാൻ വഴിയില്ലാത്ത ഒരു ഇടുക്കിടയിൽ നിന്നു. പിന്നെയും കൊണ്ടുവന്ന് അവനെ ബ്ലോക്ക് ചെയ്തു. എന്നിട്ടും പ്രവാചകൻ പഠിച്ചോ? ഇല്ല, കുറെ പ്രാവശ്യമൊക്കെ ഒന്നുകൂടെ പോയി നോക്കാം. ചിലപ്പോൾ ഈ ലൈൻ ആയിരിക്കും പുതിയൊരു ലൈൻ അല്ലേ. പിന്നെ അതിന്റെ 31-ാം വാക്യം വായിച്ചു. ആദ്യം യഹോവ ആരുടെ കണ്ണ് തുറന്നു? കഴുതയുടെ കണ്ണ് തുറന്നു. പിന്നെ കഴുതയുടെ വാ തുറന്നു. ഒന്ന് ഓർത്തു നോക്കിയേ, ഇംഗ്ലീഷും മലയാളവും പഠിക്കാത്ത കഴുതയുടെ വാ തുറന്നു. അപ്പൊ ദൈവത്തിന് സിംഹത്തെ കൊണ്ട് ഇംഗ്ലീഷ് പറയിക്കാം, ജർമ്മൻ പറയിക്കാം, കഴുതയെ കൊണ്ട് എന്ത് വേണേലും പറയിക്കാം. കഴുതയുടെ കണ്ണ് തുറന്നു. പ്രവാചകന് വരുന്ന ഗതികേട് നോക്കിയേ, കഴുതയുടെ വാ തുറന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടും പിടികിട്ടാതെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? പ്രവാചകന്റെ കണ്ണ് തുറന്നു. A wayward prophet who has lost his way may need a donkey who starts talking to him. May need a donkey with a vision. ദൈവം നിന്നെ ശുശ്രൂഷക്കായി വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ ജീവിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പിന്നാലെ പോകാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ദൂതൻ നിനക്ക് കൊണ്ടുവരുന്ന ദൂതും, ദൈവം നിന്നോട് സംസാരിക്കുന്ന വഴികളും പദ്ധതികളും മനസ്സിലാക്കുവാൻ ദൈവം നിന്റെ കണ്ണിനെ രാത്രി തുറക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടെ നടന്ന് എപ്പോഴെങ്കിലും ദൈവം നടത്തിയ വഴി മനസ്സിലാക്കിയോ? ഒരിക്കലും മനസ്സിലാക്കിയില്ല. എപ്പോഴും അവർ പ്രവൃത്തതയേ ഉള്ളൂ. വെള്ളമില്ല, ലൈറ്റ് ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ല, ഭക്ഷിക്കാൻ ഇവിടെ ഒന്നും സാധനം ഇല്ല. പെറുപിറുക്കും തോറും പ്രശ്നം കൂടിക്കൊണ്ടിരിക്കുകയാണ്. Praise the Lord. I told you in the beginning of the service, if you have an attitude of gratitude, then God will give you everything. ദൈവം നിനക്ക് തന്നിരിക്കുന്ന നന്മയിൽ നീ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ, തന്നിരിക്കുന്ന ഭർത്താവിനെ കുറിച്ച് ദൈവത്തിന് നന്ദി പറയുമ്പോൾ, ഭാര്യയെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറയുമ്പോൾ, കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവത്തിന് നന്ദി പറയുമ്പോൾ, ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ദൈവം കണ്ണിനെ തുറക്കുമാറാകട്ടെ, കണ്ണുകളെ തുറക്കുമാറാകട്ടെ, ഹൃദയത്തെ തുറക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പദ്ധതികളെ കാണുവാൻ ദൈവം തുറക്കുമാറാകട്ടെ. ദൈവം നിനക്ക് തന്നിരിക്കുന്ന ജോലി ദൈവം നിനക്കായി ഒരുക്കിയതാണ്. ഇപ്പോഴുള്ള പ്രശ്നത്തെ മാറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. Wayward prophets is a very dangerous person. ഇന്ന് എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ്. തെറ്റായ വഴിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ വഴി അടയ്ക്കാൻ ദൂതനെ വിട്ടു. ആദ്യം വഴിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ദൂതനെ വിട്ടു. നീ പോകേണ്ട സ്ഥലത്ത് എവിടെയാണ് എത്തേണ്ടത് അവിടെ എത്തിക്കാൻ നിന്റെ മുമ്പേ ദൂതൻ. ഇത് പ്രവാചകന്റെ വഴിയെ അടയ്ക്കുവാൻ ദൈവം ദൂതനെ വിട്ടു. പ്രൈസ് ദി ലോർഡ്. യോശുവയുടെ പുസ്തകം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. എന്നാൽ നിങ്ങൾക്കും അതിനിടയിൽ 2000 മുഴം അകലം ഉണ്ടായിരിക്കണം. അവരോട് അടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. ദൈവത്തിന്റെ ആർക്ക് ഓഫ് ദ കവനൻസ്, ദൈവത്തിന്റെ പെട്ടകം ദൈവജനത്തിന് മുമ്പായി അന്ന് പോയിരുന്നു. ദൈവത്തിന്റെ പെട്ടകം എന്തിനാ ദൈവജനത്തിന് മുമ്പായി പോയത്? അവർ വഴി നടക്കാനാണ്. ദൈവത്തിന്റെ പെട്ടകം എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം ഇരിക്കുന്ന കൃപാസനമുള്ള സ്ഥലമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മുമ്പേ പോകണം. നമ്മളല്ല മുമ്പേ പോകേണ്ടത്. ആരാ മുമ്പേ പോകേണ്ടത്? ഒറ്റയ്ക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി മേലെ ഒറ്റയ്ക്ക് പോകരുത്. ദൈവ സാന്നിധ്യം മുമ്പേ പോകണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലും ഒരു ഗുണ്ട തന്നെ പോകാറുണ്ടോ? ആളുടെ കൂടെ 1-2 ചോട്ടാ ഗുണ്ടന്മാർ കാണും. എല്ലാത്തിനും ഒരുപോലെ പേടിയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരുമിച്ച് കിടക്കുന്നത്. ഒറ്റയ്ക്ക് പോകാൻ ആർക്കും ധൈര്യമില്ല. മസിലും കുട്ടാപ്പായി എല്ലാ സാധനവും ഉണ്ട്, പക്ഷെ ഒരു കാര്യമില്ല. എന്തിനാണ് പട്ടാളവും പോലീസ് പോലും ആരും ഒറ്റയ്ക്ക് പോകില്ല. 2-3 ആൾക്കാരെ വിട്ടിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ബറ്റാലിയൻ പുറകെ എത്തിക്കൊണ്ടിരിക്കും. ഒരു ദൈവ പൈതലിനോ അവന്റെ കൂടെയുള്ള സൈന്യങ്ങളുടെ യഹോവയുടെ സാന്നിധ്യം അവനെ ഏത് സാഹചര്യത്തിലും വഴി നടത്തുവാൻ മതിയായതാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 27-ാം സങ്കീർത്തനം വായിക്കുന്നവർക്ക് നല്ലവണ്ണം അറിയാം, യഹോവ എന്റെ വെളിച്ചവും രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും.
ഇനി അടുത്ത രണ്ടെണ്ണം വായിക്കണ്ട, വായിക്കാൻ അറിയാവുന്നവർ പറഞ്ഞോളൂ. എന്താ അടുത്ത രണ്ടെണ്ണം? സങ്കീർത്തനം 27 വാക്യങ്ങളാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ വൈരികളും ശത്രുക്കളുമായവർ എന്റെ മാംസം തിന്നുവാൻ. ഒരു മിനിറ്റ്. സാധാരണ രീതിയിലല്ല ഈ ദുഷ്കർമ്മികൾ വരുന്നത്. ഒന്ന് കണ്ടേച്ചു പോകാനോ ആദ്യത്തെ വിസിറ്റിന് ഇങ്ങനെ വന്നേച്ച് ഞങ്ങളൊന്ന് വരുന്നുണ്ട്, ഇനിയും വരുന്നുണ്ട് കേട്ടോ, ഒന്ന് സൂക്ഷിച്ചോണം, ഒരു റിപ്പോർട്ടിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് അങ്ങനെയാണോ വരുന്നത്? അല്ല, ഇവരെങ്ങനെയാ വരുന്നേ? എന്റെ മാംസം തിന്നുവാൻ. ശത്രു ഇന്ന് രാത്രി നിന്നെ നശിപ്പിക്കുന്ന ഷേപ്പിൽ നിന്റെ മാംസം തിന്നുവാൻ നിന്നോട് അടുക്കുമ്പോൾ അവര് താഴെ വീഴും. എന്തുകൊണ്ടെന്നാൽ നിന്നിൽ വസിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഒരു ശത്രുവിന് നിന്നെ തൊടുവാൻ സാധിക്കുകയില്ല. അടുത്ത വാക്യം, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം. എന്താ കാര്യം ഒരു സൈന്യം പാളയം ഇറങ്ങുമ്പോഴത്തേക്ക് നിന്റെ ഹൃദയത്തിന് ഭയമില്ലാത്ത? ഒരു ദുരിതമാന്റെ കൂടാരത്തിന് ചുറ്റും 1ഉം 2ഉം ദൂതന്മാര് നിൽക്കുന്നു എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? പാളയം ഇറങ്ങിയിരിക്കുന്നു എന്നാണ്. അപ്പൊ നീതിമാന്റെ കൂടാരത്തിന് ചുറ്റും എന്തുണ്ട്? വേറെ ഒരു പാളയമുണ്ട്. അപ്പൊ അപ്പുറത്തൊരു പാളയം വന്നാൽ നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? പാളയം ഉള്ളവരാ നമ്മള്, ഒരു സൈന്യം കൂടുള്ളവരാണ് നമ്മള്. ഒരു ശത്രുവിനും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല, ഒരു ശക്തിക്കും നിന്നെ ഇല്ലാതാക്കുവാൻ സാധിക്കുകയില്ല. എന്റെ ദൈവം മതിയായ ദൈവമാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തിയേറിയ രീതിയിൽ ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ശത്രു നിന്നെ തകർക്കുന്നു, നിന്റെ ജോലിയെ തകർക്കുന്നു, നിന്റെ ഡിഗ്രിയെ തകർക്കുന്നു, നിന്റെ പ്രൊമോഷനെ തകർക്കുന്നു എന്ന് നീ ചിന്തിക്കുമ്പോൾ ശത്രുവിന് ഇതൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ദൈവം അനുവദിക്കാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും വരികയില്ല. അനുവദിക്കുന്ന എല്ലാ ഡീറ്റൂറും നിന്റെ നന്മയ്ക്കുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ അവരുടെ മുമ്പേ എന്തുണ്ടായിരുന്നു? ദൈവത്തിന്റെ സാന്നിധ്യം, കൃപാസനം അല്ലെങ്കിൽ നിയമപ്പെട്ടകം അവരുടെ മുമ്പിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ കൽപ്പനകളും നിയമവും പ്രമാണിച്ചെങ്കിൽ മാത്രമേ വഴി ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കാൻ പറ്റുകയുള്ളൂ. സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞു വിടാം. ഒരിക്കൽ ഇസ്രായേൽ ജനം യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ദൈവത്തോട് ചോദിക്കാതെ അവരെന്ത് ചെയ്തു? ഇതേ പെട്ടകം എടുത്തോണ്ട് യുദ്ധത്തിന് പോയി. ഞാൻ പിന്നെ അത് പഠിപ്പിക്കാം, ആ ഭാഗം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ വിചാരിച്ചു ഈ പെട്ടകം ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യുദ്ധം ജയിക്കുമെന്ന്. എന്ത് സംഭവിച്ചു? അപ്പൊ പെട്ടകത്തിന് ശക്തിയില്ലേ? നീ ദൈവത്തിന്റെ പ്രമാണത്തിനും കൽപ്പനയ്ക്കും ആലോചനയ്ക്കും പ്രകാരം മാത്രം ഇത് കൊണ്ടുപോയാൽ ശക്തി വരും. കൽപ്പനകൾ മുഴുവൻ തെറ്റിച്ച് ചെയ്തേച്ച് 91 സങ്കീർത്തനം വീണ്ടും വീണ്ടും പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ബൈബിൾ എടുത്ത് തലവണയുടെ അടി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആ പെട്ടകത്തിന് യാതൊരു ശക്തിയില്ല. നാളൊരു അപ്പച്ചനിടെ വന്നു, എൻ്റെ പേഷ്യൻ്റാണ്, ഭയങ്കര പേടിയാണ്, കുറച്ച് പ്രായമൊക്കെ ഉണ്ട്. വർത്തമാനം പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് യാതൊരു പേടിയില്ല എന്ന് പറഞ്ഞു. കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഭയങ്കര പേടിയാണ്. ഞാൻ പറഞ്ഞു, എന്താ ഇത്രയും പേടിയില്ലാത്ത? പുള്ളി പെതുക്കെ എഴുന്നേറ്റ് വെച്ച് പാൻറ്റിൻ്റെ സൈഡ് പൊക്കി വെച്ച് ഷർട്ടിങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ച് ഒരു മരക്കുരിച്ച് ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം, ഈ സാധനം ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം എനിക്കൊരു പേടിയില്ല. ഈ പെട്ടകം കൊണ്ടുപോയതുപോലെ അതിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒരു കുരിശല്ല 10 കുരിശ് നീ കഴുത്തേലും തലയിലും മേളിലും താഴെ ഒക്കെ തൂക്കിയിട്ടാൽ ഇതിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കും അല്ലാതെ നിന്റെ കൂടാരത്തിന്റെ മേൽ ഒരു രക്ഷയും ചെയ്യുവാൻ സാധിക്കുകയില്ല. തെറ്റായ പഠിപ്പീര് സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് മാറണം, സഭകളിൽ ഉള്ളിൽ മാറണം, കുടുംബങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറണം. അപ്പച്ചൻ ഞെട്ടിപ്പോയി, ആ കുരിശിനൊന്നും ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർ ബൈബിൾ തലവണയുടെ അടി വെച്ചിട്ടേ കിടക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൂതന്മാർ കാവൽ ചെയ്യുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് മുമ്പോട്ട് പോകുന്ന ഇസ്രായേൽ നാട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില പുതിയ വഴികളെ ദൈവം നിങ്ങൾക്കായി തുറക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ അറിയാത്ത ചില പദ്ധതികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, നിങ്ങളുടെ യുദ്ധമല്ല. അത് ദൈവം തന്നെ ചെയ്യാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദ വേ ഓഫ് ദ റെഡ് സീ, നീ അറിയാത്തൊരു വഴി, വലിയൊരു സമുദ്രത്തിന്റെ അടിയിൽ മനോഹരമായി ഉണ്ടാക്കിയിരിക്കുന്ന സ്വർഗത്തിലെ അപ്പച്ചനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2 പത്രോസിന്റെ 2:15, 2 Peter chapter 2 verse 15. തെറ്റി ബിലെയാമിന്റെ വഴിയിൽ നടന്നു. അപ്പൊ ബിലെയാമിനെ കുറിച്ച് വീണ്ടും എടുത്തെഴുതത്തക്കവണ്ണം ഒരു ഫേമസ് പാർട്ടിയായി. എന്താണ് ഈ ബിലെയാമിന്റെ വഴി? അടുത്ത വാക്യം.
ചോദിച്ച് ആ, എങ്കിലും ആ. തന്റെ അകൃത്യത്തിന് ശാസ്ത്രം എഴുതി. അവർ എന്താണ്? പണക്കൊതിയന്മാരായി. പ്രവാചകൻ എപ്പോഴാ വഴി തെറ്റുന്നറിയാമോ? പണക്കൊതിയനാകുമ്പോഴാണ്. ശുശ്രൂഷയോ ആലോചനയോ പദ്ധതികളോ ദൈവരാജ്യത്തിന്റെ പ്രമാണങ്ങളോ ബിസിനസ്സായി മാറരുത്. നീയും ബലയാമാകും. ബലയാമിന് എന്താ പറ്റിയത്? അവൻ എന്തായി? പണക്കൊതിയനായി. ദ വേ ഓഫ് ദ prophet, wayward prophets. He went after the money. Praise the Lord. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന് മാത്രം മുമ്പോട്ട് പോകുവാൻ, കൽപ്പനകൾക്ക് മാത്രം മുമ്പോട്ട് പോകുവാൻ, സ്വന്തം ആഗ്രഹങ്ങൾക്കോ അല്ലെങ്കിൽ വേറൊരു ഇച്ഛകൾക്കോ വഴി കൊടുക്കാതെ മുമ്പോട്ട് പോകുവാൻ ദൈവം ഭാഗ്യം തരുമാറാകട്ടെ. ആ വഴിയെക്കുറിച്ച് ആ അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. 21-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ ആ വഴിയെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ചോ. ആ ആ വിശുദ്ധ കൽപ്പനയും നീതിയുടെ വഴിയും, ഇത് രണ്ടും ഒരുമിച്ചാ പോകുന്നത്. കൃപാസനവും വഴിയും ഒരുമിച്ചാ പോകുന്നത്. പെട്ടകവും യോർദാനും മുറിയുന്നതും ഒരുമിച്ചാ പോകുന്നത്. വഴികൾ തുറക്കുന്നതിന് മുമ്പ് പെട്ടകം ഫ്രണ്ടിലുണ്ട്, കൽപ്പന ഫ്രണ്ടിലുണ്ട്, അനുസരണം ഫ്രണ്ടിലുണ്ട്, ദൈവത്തിന്റെ പ്രമാണം ഫ്രണ്ടിലുണ്ട്. അപ്പോഴാണ് സംഭവങ്ങൾ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് നീതിയുടെ വഴിയാണ്. ബിലയാമിന്റെ വഴിയുടെ ഓപ്പോസിറ്റ് വഴി എന്താണ്? നീതിയുടെ വഴി. ബിലയാമിന്റെ വഴി അനീതിയുടെ വഴി, തിന്മയുടെ വഴി, സ്വന്തം ആഗ്രഹങ്ങളുടെ വഴി, സ്വന്തം പദ്ധതിയുടെ വഴി. ഇന്ന് രാത്രി ദൈവത്തിന്റെ വഴിയിലേക്ക് വരുവാൻ ദൈവം എല്ലാവർക്കും കൃപ തരുമാറാകട്ടെ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് എൻ്റെ യേശു പറഞ്ഞു. ജീസസ് സെഡ്, I am the way, the truth and the life. ഞാൻ തന്നെ വഴിയെന്ന് യേശു പറഞ്ഞപ്പോൾ എന്താ വഴിയായെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയാൻ വയ്യെങ്കിൽ ഞാനൊന്ന് വിശദീകരിക്കാം. ആദാമിനെയും ഹവ്വായെയും ഏദൻ പർദീസയിൽ നിന്ന് ഇറക്കി വിട്ടേച്ച് ജീവവൃക്ഷത്തിന്റെ വഴിയിൽ വാളൂരി പിടിച്ച ഒരു കെരൂബിനെ ദൈവം നിർത്തി. പിന്നെ ആർക്കും ജീവവൃക്ഷം തിന്നാൻ പറ്റുമോ? പറ്റില്ല. കാൽവറി ക്രൂശിൽ ആ വാളിന്റെ ശക്തി അവിടെ അവസാനിച്ചു. ഇനിയും ജീവന്റെ വൃക്ഷത്തിന്റെ വഴി നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. ഏദനിൽ അടഞ്ഞു പോയ ജീവവൃക്ഷത്തിന്റെ വഴി യേശു ക്രിസ്തു എന്നേക്കുമായി കാൽവറി കുരിശിൽ നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാപം നിമിത്തം, തിന്മ നിമിത്തം പർദീസായി നയിക്കപ്പെട്ട മനുഷ്യന് അടുക്കുവാൻ വയ്യാതെ ജീവന്റെ വൃക്ഷത്തിന്റെ മുമ്പിൽ വാളൂരി പിടിച്ച കെരൂബ് ഉണ്ടായിരുന്നു. ആ കെരൂബിന്റെ വാളിന്റെ ശക്തി കാൽവറിയിൽ അവസാനിച്ചു. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എൻ്റെ വിഷയത്തിന്റെ മെയിൻ ഭാഗം അതാണ്. അത് ഞാനൊന്ന് തൊട്ടോട്ടെ. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശത്തിന് ധൈര്യവും ദൈവാലയത്തിൽ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് കൊണ്ട് നമുക്ക് വേണ്ടി a new living way, കൃപാസനത്തോട് അടുക്കുവാൻ അടഞ്ഞു കിടന്ന വഴി യേശു എന്നേക്കുമായി തുറന്നു. പ്രൈസ് ദി ലോർഡ്. യേശു നമുക്ക് മുമ്പായി എല്ലാ സ്ഥലത്തും പോയി. ഇപ്പൊ പോയിരിക്കുന്ന എവിടാണ്? സ്വർഗത്തിലാണ്. നമുക്ക് മുമ്പായി പോയിരിക്കുകയാണ്. സ്ഥലം ഒരുക്കിയേച്ച് വരും. പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പേ പോകും. ദൂതന്മാർ നമ്മുടെ മുമ്പേ പോകും. ദൂതനും പരിശുദ്ധാത്മാവും യേശുവും പോകാത്തൊരു വഴിയെ പോകരുത്. അത് മരണത്തിന്റെ വഴിയാണ്. സ്വർഗത്തിലെ അപ്പച്ചൻ അനുവദിക്കുന്ന നിനക്കുള്ള വഴിയുടെ മുമ്പേ ദൂതനും ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവും സിംഹാസനവും ദൈവ സാന്നിധ്യവും മുമ്പേ പോയിരിക്കും. വളരെ സിമ്പിളാണ് പുതിയ നിയമത്തിന്റെ പ്രമാണം. യേശു പോകാത്തൊരു വഴി നീ പോകരുത്. എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കാൻ സംശയം ഉണ്ടെങ്കിൽ
അവിടെ ഒരു മിനിറ്റ് നിന്നേച്ച് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇഫ് ജീസസ് ഈസ് ഇൻ മൈ പൊസിഷൻ വാട്ട് വിൽ ഹി ഡു? യേശുവാണ് എൻ്റെ സാഹചര്യത്തിൽ എന്ത് ചെയ്യും? അങ്ങനെ തീരുമാനിച്ച ഉടനെ ഉത്തരം കിട്ടും. യേശുവിന് പോകാമെന്ന വഴിയിൽ മാത്രമേ നമ്മൾ പോകാവൂ. പ്രൈസ് ദി ലോർഡ്. ഹെബ്രായർ 9:8 വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി, കൃപാസനത്തിലേക്കുള്ള വഴി, അതിന് വിശുദ്ധ സ്ഥലത്തിലേക്കുള്ള വഴി ഇതിനു മുമ്പ് വെളിപ്പെട്ടിരുന്നില്ല. ഇനിയും അടുത്തത് അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമായി നമുക്ക് ആ വഴി തുറന്ന് വീണ്ടെടുപ്പ് സാധിച്ചു. ആടിന്റെയോ പശുവിന്റെയോ കാളയുടെയോ മാടിന്റെയോ രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നുകൊണ്ട് അടഞ്ഞു കിടന്ന വഴി നമുക്ക് വേണ്ടി തുറന്നു. ഇന്ന് രാത്രി ദൈവം നിങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഒരു സാധാരണ വ്യക്തിയായിട്ട് ജീവിക്കാനല്ല, വിശുദ്ധനായി ഈ പുതിയ വഴിയിലൂടെ കൃപാസനത്തിലേക്ക് അടുത്ത് എന്ന് ദൈവത്തിന്റെ അനുഗ്രഹവും നന്മയും കൃപയും ഏറ്റെടുത്ത് അന്ത്യകാലത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഒരുങ്ങുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. യേശു നമ്മുടെ മുമ്പേ പോയി ആ വഴി തുറന്നിരിക്കുകയാണ്. പണ്ട് ആണ്ടിലൊരിക്കൽ ഒരു മഹാപുരോഹിതന് മാത്രമേ ആ വഴി പോകാൻ സാധിക്കുകയുള്ളായിരുന്നു. Now God has opened that way for us. Hallelujah. Hallelujah. God has opened that way for us forever. എന്നേക്കുമായി ആ വഴി നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളെല്ലാം ആ വഴിയിൽ എല്ലാ ദിവസവും കൃപാസനം വരെ പോകാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടക്കാറുണ്ടോ? കടന്നെങ്കിൽ മാത്രമേ കൃപാസനത്തിൽ നിന്ന് അനുഗ്രഹം ഏറ്റെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നത് കൊള്ളാം. ഹാർവസ്റ്റ് ടിവിയിലും പവർ വിഷനിലും യൂട്യൂബിലും ഒക്കെ മെസ്സേജ് കേൾക്കുന്ന കൊള്ളാം. പക്ഷെ നിങ്ങൾ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് യേശുവിന്റെ കാൽവറി രക്തത്താൽ കഴുകൽ പ്രാപിച്ച് പിതാവിന്റെ സന്നിധിയിലേക്ക് തന്നെത്താൻ കടന്നു എന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ അർപ്പിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഏക മധ്യസ്ഥൻ ക്രിസ്തു, അവൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഇനിയും വേറെ ആരുടെ അടുക്കലും പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി നിത്യവഴി, ജീവന്റെ വഴി, പരിശുദ്ധമായ വഴി അവൻ എന്നേക്കുമായി തുറന്നിരിക്കുകയാണ്.